ആളുകൾക്ക് സാധാരണക്കാർക്ക് അനുഭവവേദ്യമാകുന്ന വികസന പ്രവർത്തനങ്ങളെ എണ്ണി പറയാൻ നിങ്ങൾ പരാജയപ്പെട്ടു പോയി. നിങ്ങൾ നവകേരള സദസ്സ് നടത്തി പൗരപ്രമുഖന്മാരെ തീറ്റിപ്പോറ്റുന്ന തിരക്കിൽ, അയ്യപ്പന്റെ സ്വർണം കട്ട പോറ്റിയെ പോലുള്ള ആളുകളെ പോറ്റി വളർത്തുന്ന തിരക്കിൽ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ മറന്നപ്പോൾ CPM-ന്റെ അണികളും അനുഭാവികളും പ്രവർത്തകരുമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള അവരുൾപ്പെടെയുള്ള സാധാരണക്കാർ നിങ്ങളെ തിരുത്താൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മനോനില പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ്. ഇനി SITയുടെ കാര്യം ആദ്യം ചോദിച്ചു. ഞങ്ങൾക്കുള്ള ആക്ഷേപം ഇത് തന്നെയായിരുന്നു തുടക്കം മുതൽ. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ ഈ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ അമാന്തം ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങളുടെ ആശങ്കയായിരുന്നു, സംശയമായിരുന്നു. അതിപ്പോൾ ഹൈക്കോടതി തന്നെ ചെവിക്ക് പിടിച്ച് പറയേണ്ട കാര്യമായി. ഞങ്ങൾ പറഞ്ഞത് എന്താ, ഹൈക്കോടതിയുടെ തന്നെ കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ നിലപാട്. കാരണം പല സംസ്ഥാനങ്ങളിലായിട്ട് നടന്നിട്ടുള്ള ക്രയവിക്രയങ്ങൾ, വ്യവഹാരങ്ങൾ, അപ്പൊ അത് പരിശോധിക്കാൻ കുറെ കൂടി നല്ലത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. പക്ഷേ അത് കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം എന്നുള്ളത് ആദ്യം മുതലേ UDF-ന്റെ കോൺഗ്രസിന്റെ നിലപാടായിരുന്നു. ഇവിടെ എന്താ, ഡിസംബർ 5-ന് ശേഷം ഈ അന്വേഷണത്തിൽ മെല്ലപ്പോക്കുണ്ടെന്ന് കോടതി പറയാൻ കാരണം, ഡിസംബർ 5 അതിനുശേഷം എന്ന് പറഞ്ഞാൽ 9-ാം തീയതിയും 11-ാം തീയതിയും കേരളത്തിൽ 2 മേഖലകളിലായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇനിയും ഉന്നതരായിട്ടുള്ള പൗരപ്രമുഖന്മാരായിട്ടുള്ള ചില സഖാക്കന്മാരെ പിടിച്ചകത്തിട്ടാൽ പിണറായി വിജയന്റെ പാർട്ടിക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഈ അന്വേഷണ ഉദ്യോഗസ്ഥര്, ആ SIT ആണെങ്കിലും ഉദ്യോഗസ്ഥർ അവിടെയുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആളുകൾ, അപ്പൊ ആ ഉദ്യോഗസ്ഥരുടെ മേൽ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. എന്തു തന്നെയായാലും ഈ പാർട്ടിനോടുള്ള പരാക്രമം സ്വർണ്ണക്കൊള്ളയ്ക്ക് എതിരായിട്ടുള്ള നടപടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. M. പത്മകുമാറിനെ പോലുള്ള ആളുകൾ, വാസുവിനെ പോലുള്ള ആളുകൾ ജയിലിൽ തുടരുകയും പാർട്ടിയിൽ തുടരുകയും ചെയ്യുകയാണ്. അതെന്തൊരു നിലപാടാ? ഇതിനെയാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്നത്. അസ്കറിനെ പോലുള്ള ആളുകൾ തിരുത്താൻ പറയുമ്പോൾ ഇത്തരം നിലപാടുകളും കൂടി തിരുത്താൻ പറയണം. ഇവിടെ പല കാലഘട്ടത്തിൽ സംസ്ഥാന ഞങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ചെറുപ്പക്കാരെ തല മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ തല്ലിപ്പൊളിക്കുമ്പോൾ അതിന് ജീവൻ രക്ഷാപ്രവർത്തനം ഒന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി എൻഡോഴ്സ് ചെയ്യുന്ന കാലത്തും ഹസ്കറിനെ പോലുള്ള ആളുകൾ പിന്തുണച്ചിട്ടുണ്ട്. പല കാലഘട്ടത്തിൽ, ഇതിനു മുമ്പുള്ള പല കാലഘട്ടത്തിലും ഇത്തരം പിന്തുണകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നമ്മുടെ വാർത്തകളിൽ നിന്നുള്ള അറിവാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഗവർണറുടെ മുമ്പിൽ മുഖ്യമന്ത്രി കീഴടങ്ങിക്കൊണ്ട് ഒരു VC-യെ ഗവർണറും ഒരു VC-യെ മുഖ്യമന്ത്രിയും എടുക്കാൻ തീരുമാനിച്ചു എന്ന്. എനിക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനോടുള്ള ചോദ്യം, സിസ തോമസിനെ കുറിച്ച് നാളിതുവരെ CPM-ന്റെ സംസ്ഥാന നേതാക്കന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, ഈ ഭരണത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന CPM-ന്റെ നേതാക്കന്മാർ പറഞ്ഞ ആക്ഷേപങ്ങൾ ഇല്ലാതാക്കപ്പെട്ടോ? സിസ തോമസിന് പൂർണ്ണ യോഗ്യതയായോ? അതോ ആർലേക്കർ ശുപാർശ ചെയ്താൽ സിസ തോമസിന് അധിക യോഗ്യത കിട്ടുമോ? അപ്പൊ മുഖ്യമന്ത്രിയും ആർലേക്കറും പങ്കിട്ടെടുക്കേണ്ടതാണോ കേരളത്തിലെ വൈസ് ചാൻസലർമാരുടെ തസ്തികകൾ? അപ്പൊ ഇവർ തമ്മിൽ തർക്കം തീർത്താൽ മറ്റാളുകളുടെ മുമ്പിൽ നിങ്ങൾ മുൻപ് വെച്ചിട്ടുള്ള തർക്കങ്ങൾ എങ്ങനെയാ തീരുക? അപ്പൊ ഇതൊരു ചക്കളത്തി പോരാട്ടമായിരുന്നു എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും സംഭവിച്ചു. ഇനി ഹസ്കറിനെ പോലുള്ള ആളുകൾക്ക് മനപരിവർത്തനം വരുന്നത് എപ്പോഴാ? സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ CPM-ന്റെ നേതാക്കന്മാർ തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ നിലപാടെടുത്തു എന്ന് വാർത്തകൾ വരുമ്പോൾ കുറെ ആളുകൾ പതുക്കെ നിലപാട് മാറ്റി തുടങ്ങി. കഴിഞ്ഞ ദിവസം നമ്മൾ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകളുടെ നിലപാട് കണ്ടല്ലോ. ഈ നിലപാടുകളൊന്നും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായില്ല. ആശാ വർക്കർമാരെ 10-260 ദിവസം മഞ്ഞും മഴയും വെയിലും കൊള്ളിച്ച് സമരം ചെയ്യപ്പെടുണ്ടായില്ല. ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിച്ചപ്പോണ്ടായില്ല. കറുത്ത മാസ്ക് കാണുമ്പോൾ, കറുത്ത ഉടുപ്പ് കാണുമ്പോഴൊക്കെ വിരളി പൂണ്ട കേരളത്തിലെ പോലീസിനെ കുറിച്ച് ഈ അഭിപ്രായമില്ല. ഇന്നലെയും കൂടിയല്ല ഒരു ദൃശ്യം വന്നത്, ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ CI കർണക്കുറ്റി അടിച്ചു പൊളിക്കുന്നത്. നിങ്ങളുടെ നിലപാടെന്താ? ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയോ? ഈ സംസ്ഥാന സർക്കാരിലെ ആദ്യത്തെ സർക്കാർ ആയിക്കോട്ടെ, രണ്ടാമത്തെ പിണറായി സർക്കാർ ആയിക്കോട്ടെ, ഏറ്റവും മോശപ്പെട്ട മന്ത്രി എന്ന് ആരാണെന്ന് ചോദിച്ചാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാ. തൃശൂർ പൂരം കലക്കിയത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചോ? അറ്റ്ലീസ്റ്റ് ആ സുനിൽകുമാറിനോടും CPI-കാരോടെങ്കിലും മറുപടി പറയാൻ പറ്റുന്നുണ്ടോ? അപ്പൊ കേരളത്തിൽ സംഘപരിവാർ വൽകൃതമായിട്ടുള്ള ഈ സർക്കാരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഹസ്കറിനെ പോലുള്ള ആളുകൾ വൈകിയാണെങ്കിലും ആ രീതിയിൽ പതുക്കെ എത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട്. മനോനില പരിശോധിക്കേണ്ടത് പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാരുടെയും CPM-ന് ഒത്താശ പാടുന്ന പിണറായിസ്റ്റുകളുടെയും പൗരപ്രമുഖന്മാരുടെയും കൂടിയാണ്.